നമസ്കാരം. DJ പാർട്ടിക്കിടെ കത്രിക്കടവ് ഇടശ്ശേരി ബാറിൽ സംഘർഷമുണ്ടാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഗായകൻ. ഇദ്ദേഹത്തിന്റെ കുടുംബം അമേരിക്കയിലാണ്. സംഗീത കുടുംബത്തിലുള്ള ഈ ഗായകന് പക്ഷേ ആക്രമണവുമായി ബന്ധമില്ല. ചായ കുടിക്കാനാണ് ഈ ബാർ ഹോട്ടലിൽ കയറിയത് എന്നാണ് ഗായകൻ അടുപ്പക്കാരോട് പറയുന്നത്. ഇതിനൊപ്പം ഒരു സൂപ്പർ താര മകനും ഈ സമയം അതേ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. കൊച്ചിയിൽ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ പ്രോഗ്രാം നടന്നിരുന്നു. അതിനുശേഷം പലരും ഈ DJ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. ഗായകന്റെ മാതാപിതാക്കൾ അമേരിക്കയിലാണ്. നടന്റെ അച്ഛൻ കൂടുതലും ഇപ്പോൾ ഡൽഹിയിലാണ്. കത്രിക്കടവ് മില്ലേനിയം ബാറിലാണ് ശനിയാഴ്ച രാത്രി 11 സംഘർഷം ഉണ്ടാകുന്നത്. DJ പാർട്ടിക്ക് എത്തിയ ഉദയംപേരൂർ സ്വദേശി ജിനിഷ സാഗറിനോട് തൊടുപുഴ സ്വദേശി രാമൻകുളത്ത് വീട്ടിൽ ബഷീർ അപമര്യാദയായി പെരുമാറിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. മോശമായി പെരുമാറിയ ബഷീറിനെ ജിനിഷ ബിയർ ഗ്ലാസ് കൊണ്ട് കഴുത്തിന് പിന്നിൽ കുത്തി മുറിവേൽപ്പിക്കുകയായിരുന്നുവെന്ന് നോർത്ത് പോലീസ് പറഞ്ഞതായി ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിസാര പരിക്കേറ്റ ഇയാളെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥലത്തെത്തിയ എറണാകുളം നോർത്ത് പോലീസ് DJ പാർട്ടി നിർത്തിവയ്പ്പിച്ച യുവതിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നീട് ഇവരെ ജാമ്യത്തിൽ വിട്ടു. കഴുത്തിൽ ആയുധം കൊണ്ടുണ്ടാക്കുന്ന മുറിവ് കൊലപാതക ശ്രമമാണ്. യുവതി കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ട്. എന്നിട്ടും പോലീസ് കേസെടുത്തിട്ടില്ല. പക്ഷേ കേസെടുക്കേണ്ടി വരുമെന്നറിയുന്നു. യുവ സിനിമാ താരവും മുതിർന്ന പിന്നണി ഗായകനും സിനിമാ സീരിയൽ പ്രവർത്തകരുമടക്കം പങ്കെടുത്ത DJ പാർട്ടിക്കിടെയായിരുന്നു ആക്രമണം നടന്നത്. തന്നോട് അപമര്യാദയായി പെരുമാറിയതിനാലാണ് ആക്രമിച്ചത് എന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. യുവാവ് തന്നെ മോശമായി സ്പർശിച്ചു എന്നും ഇതാണ് താൻ പ്രതികരിച്ചതെന്നും യുവതി പറയുന്നുണ്ട്. വൈൻ ഗ്ലാസ് കൊണ്ട് യുവാവിനെ ചെവിക്ക് പിന്നിലാണ് ആക്രമിച്ചത്. കഴുത്തിൽ കൊള്ളാത്തത് യുവാവിൻ്റെ ജീവൻ രക്ഷപ്പെടാൻ കാരണമായി. യുവാവിൻ്റെ പരിക്ക് സാരമുള്ളതല്ല. ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് യുവാവിനെ ആക്രമിച്ച യുവതിയെ പുലർച്ചെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്ത വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പരാതിയില്ല എന്നാണ് യുവാവിൻ്റെ നിലപാട്. ബാർ ഹോട്ടലിൽ സംഘർഷമുണ്ടായ വിവരമറിഞ്ഞ നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. നോർത്ത് സ്റ്റേഷനിൽ നിന്നും കൺട്രോൾ റൂമിൽ നിന്നും വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് തടിച്ചുകൂടിയവരെ നീക്കിയത്. സംഭവത്തെ തുടർന്ന് കത്രിക്കടവ് തമ്മനം റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. 2024 ഫെബ്രുവരി 11 ഇതേ ബാറിൻ്റെ മുന്നിൽ വെടിവെപ്പ് ഉണ്ടായത്. ഇടപ്പള്ളിയിലെ മറ്റൊരു ബാറിലായിരുന്നു മദ്യപിച്ച് സംഘം ബാർ പൂട്ടിയപ്പോൾ അവിടെ നിന്നിറങ്ങി ഇടശ്ശേരി ബാറിലെത്തി മദ്യം ആവശ്യപ്പെട്ടിരുന്നത്. തുടർന്ന് പ്രതികൾ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത മാനേജറിനെ പ്രതികൾ മർദ്ദിച്ച് അവശനാക്കി. ഓടിവന്ന മറ്റു ജീവനക്കാർ ആക്രമണം ചെറുത്തതോടെ യുവാക്കളിൽ ഒരാൾ തോക്കെടുത്ത് വെടിവെച്ച ശേഷം കടന്നുകളയുകയായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് നഗരത്തിലെ ബാർ ഹോട്ടലുകൾ രാത്രി 11 ശേഷം പ്രവർത്തനം അവസാനിപ്പിക്കാനായി കർശന നിർദ്ദേശവും വന്നിരുന്നു. 2024 കേസിലെ മുഖ്യപ്രതി അറസ്റ്റിലായ അങ്കമാലി പാറക്കടവ് പുളിയിനം കൊടുശ്ശേരി ചീരത്തിൽ വിനീതിൻ്റെ വീട്ടിൽ നിന്നാണ് ബാറിൽ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്കും മറ്റൊരു തോക്കും പോലീസ് കണ്ടെടുത്തിരുന്നത്. രണ്ടിലും തിരകൾ നിറച്ച നിലയിലായിരുന്നു. ഇതേ തുടർന്ന് നാടൻ തോക്ക് നിർമ്മിച്ചു വിതരണം ചെയ്യുന്ന സംഘത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു.